وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ എന്ന് പറയരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, 123-ാമത്തെ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ്സാണ്. ഖത്മ് തീർക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ഏത് സമയത്തും എന്നും ഓർമ്മയിൽ നിൽക്കുന്ന രൂപത്തിൽ പഠിക്കാൻ പറ്റിയ ക്ലാസ്, ചെറിയ രൂപത്തിലുള്ള ക്ലാസ്സാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا رسلا من قبلك. ولقد أرسلنا رسلا തൻവീനിൻ്റെ ശേഷം മീമാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നൗമി, നൂന്, വാവ്, മീമ്, യാ. തൻവീനിൻ്റെ ശേഷം ഡബിൾ ഫത്ഹ്, ഡബിൾ കസറൊക്കെ വരുമല്ലോ. ഈ ഡബിളായിട്ട് വരുന്ന ഈ തൻവീന് അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന്, സുക്കൂൻ്റെ ചിഹ്നമുണ്ടാകാം, ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത നൂന് അല്ലേ, ഇവകൾക്ക് ശേഷം നൗമിയിൽ എന്തായിരിക്കും? സുക്കൂനുള്ള നൂന്. സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞാൽ ഇതാ മിൻ ഖബലിക്. അവിടെ കണ്ടില്ല, മിൻ നൂനിന്റെ ശേഷം ഖാഫാണ്. ഇവിടെ റസൂലം തൻവീനിന്റെ ശേഷം വന്ന അക്ഷരം മീമാണ്. ഇങ്ങനെയുള്ള ശേഷമുള്ള അക്ഷരം നോക്കണം. തൻവീനിന്റെ ശേഷമുള്ള അക്ഷരം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷമുള്ള അക്ഷരം നൗമിയിൽപ്പെട്ട അക്ഷരമാണ്. നൂന്, വാവ്, മീമ്, യ എന്നീ അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരമാണെങ്കിൽ അവിടെ ചെയ്യേണ്ടത് ഇദ്ഗാം ചെയ്യുകയും, ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടിയോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. ഇദ്ഗാമും ബിഗുന്ന റസൂലമ്മി. അപ്പോൾ എന്ത് ചെയ്യുക? കൂട്ടിയോജി റസൂലമ്മി പോരാ, റസൂലമ്മി, റസൂലമ്മി ഖബ്ലിക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ. തൻവീൻ അല്ലേ, തൻവീൻ ഇവിടെ ഹാത്താണ്. ഹാത്താവ് വന്നാൽ പിന്നെ എന്ത് ചെയ്യണ്ട? അവിടെ നിർത്തുകയാണെങ്കിൽ അവിടെ സുക്കൂനുള്ള ഹാ ആക്കി മാറ്റണം. വദുർരിയ്യ, ദുരിയ്യത്തൻ എന്ന് പറയരുത്, വദുർരിയ്യ. അവിടെ നിർത്തുന്നില്ലെങ്കിൽ വദുർരിയ്യതൻ വമാ കാന ലിറസൂൽ. ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية. هذا نرتيان بآية സുക്കൂനുള്ള ഹാ ആയിട്ട് മാറ്റണം. ബി ആയ ലിറസൂലിൻ അയ്യ അൻ യാ എന്നല്ല. നൂനിൻ്റെ ശേഷം നൗമിയിൽപ്പെട്ട അക്ഷരം വന്നാൽ ആ അക്ഷരം പറയില്ല, നൂന് പറയില്ല. നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക് കൊടുക്കും, എന്നിട്ട് ആ അടുത്ത അക്ഷരം മണിക്കുകയും ചെയ്യും. അയ്യതിയ ബി ആയതിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് لكل أجل كتاب. ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب. യംഹു എന്നാണുള്ളത്. നീട്ടാനുള്ള അക്ഷരം വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം
ശബ്ദ സുക്കൂന വന്നാൽ നീട്ടുകയില്ല. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ويثبت وعنده أم الكتاب يمحو الله ما يشاء ويثبت وعنده أم الكتاب وعنده أم الكتاب ഇൻഷാല്ലാ. ഇന്ന് ഇദ്ഹാറാണ് പറയുന്നത്. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം, ഇവിടെ അടുത്ത അക്ഷരം നോക്കി, അടുത്ത 40-ാമത്തെ ആയത്ത്, നൂനിൻ്റെ ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരം ഹംസ. ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ, ഇതാണ് ഹംസ. ഹംസ ഐന് റൈന്, ഈ 6 അക്ഷരങ്ങൾ വന്നാൽ നൂനിൻ്റെ ശേഷം ഇവിടെയുള്ള അക്ഷരം ഏതാ? നൂനിൻ്റെ ശേഷം ഈ 6 അക്ഷരത്തിൽ പെട്ടതാണെങ്കിൽ, ഉദാഹരണത്തിന് ആ എന്നാണെങ്കിൽ എന്നാണ് നൂന് വ്യക്തമാക്കി പറയുമായിരുന്നു. അപ്പോ നമ്മൾ ഫാത്തിഹ ഓതുമല്ലോ, അൻഅംത അലൈഹിം, എന്നല്ല ഐനാണ്. അൻഅംത അലൈഹിം, അവിടെ നൂന് വ്യക്തമാകണം. എന്താ കാരണം? ശേഷമുള്ള ഐനാണ്, ഇദ്ഹാറിന്റെ അക്ഷരമാണ്. അൻഅംത അലൈഹിം. അപ്പോ ഇദ്ഹാറിന്റെ അക്ഷരം വന്നാൽ വ്യക്തമാക്കണം, നൂന് വ്യക്തമാക്കണം. അല്ലെങ്കിൽ തൻവീൻ ആണെങ്കിൽ തൻവീന് വ്യക്തമാക്കണം. ഇവിടെയുള്ളത് നൂനിന്റെ ശേഷം നൗമിയിൽപ്പെട്ട അക്ഷരമാണ്. നൗമിയിൽപ്പെട്ട അക്ഷരമാവുമ്പോ ഇത് പറഞ്ഞല്ലോ, മിക്സ് ചെയ്യാ, മണിക്ക. നുറിയന്നക എന്ന് പറയരുത്. റാഇന് കസ്ർ വന്നാൽ നേരത്തെ ഫസ്റ്റ് ഓതിയല്ലോ, റാഇന് കസ്ർ വന്നാൽ തർഖീഖ് ചെയ്ത് ലഘുവാക്കി ഉച്ചരിക്കേണ്ടതാണ്. നുറിയന്നക എന്ന് പറയുന്നത് നുരിയന്നക്. ശരിക്ക് പിന്നെ നമ്മൾ അരി എന്ന് പറയുമല്ലോ, അറി അരി, അരി, ഇത് രണ്ടുമല്ല, ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ടാണ് വരേണ്ടത്. നുരിയന്നക ബഅദല്ലദീ നഇദുഹും ഔ നതവഫയന്നക فإنما عليك البلاغ وعلينا الحساب. ഇവിടെ ഇദ്ഹാറിന്റെ അക്ഷരം വന്നിട്ടില്ല. ഇവിടെ وإما نرينك بعض الذي نعدهم أو نتوفينك فإنك عليك البلاغ وعلينا الحساب. وعلينا الحساب وعلينا الحساب. وإما نرينك بعض الذي نعدهم أو نتوفينك فإنما عليك البلاغ وعلينا الحساب. 41 أولم يروا മറ അല്ലേ, മറ തറ. സാധാരണ മലയാളത്തിൽ പറയുന്ന റ അല്ല, അറബിയിൽ മിക്ക അക്ഷരങ്ങളും വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം പിന്നെ മലയാളത്തിൽ പറയുന്നത് പോലെയല്ല അറബിയിലുള്ള അക്ഷരങ്ങൾ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്, പ്രത്യേകിച്ച് തുടക്കം മുതൽ പഠിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ ഇങ്ങനെ പഠിച്ചു വരുന്ന ആളുകൾക്ക് പല ആളുകളും മലയാളത്തിൽ എഴുതിയ ഖുർആനൊക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ എഴുതി മുഴുവൻ തെറ്റിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തരുത്. അപ്പം എന്താ, നമ്മൾ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് മുസാഫിൽ നോക്കിയിട്ട് ഓതുന്ന കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മലയാളത്തിലുള്ളത് എന്ത് ചെയ്യൂല, ഒരു കാരണവശാലും ശരിയാവുമെന്ന് തോന്നുന്നില്ല മലയാളം നോക്കി പഠിച്ചാൽ. അപ്പോൾ അതെന്ത് ചെയ്യരുത്, മലയാളം നോക്കി പഠിക്കാതിരിക്കലാണ് നല്ലത്.
ആരെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിലുള്ള അക്ഷരമല്ല അറബിയിലുള്ളത്. അപ്പോൾ അക്ഷരം മാറും. അപ്പോൾ അതിൻ്റെ ഓരോന്നിനും ഓരോ സിഫത്തുകളുണ്ട്. ആ സിഫത്തുകൾ മാറിയാൽ അക്ഷരം മാറും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവലം യറൗ, റ എന്നല്ല റോ, റോ എന്നല്ല റോ, റോക്കറ്റ് എന്ന് പറയല്ലോ, അതല്ല. റോ എന്നല്ല റോ, വായ നിറച്ച് പറയുക റോ. അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഇവിടെ അന്ന സുക്കുള്ള നൂന് ഒന്നും ഇല്ല, അവിടെ ഫത്ഹാണ്. അവിടെ നൂൻ ഫത്ഹാണ്. നഅ്തിൽ അർള നൻഖുസുഹാ. ഇവിടെ വന്നു നൂന്റെ ശേഷം ഖാഫാണ്, ഇളാൻ അക്ഷരമല്ല. മിൻ അത്റാഫിഹാ, നൂന്റെ ശേഷം ഹംസ വന്നു അല്ലേ. ആ എന്നുള്ളത് എവിടുന്നാണ്? ഏറ്റവും താഴെ ഭാഗത്തു നിന്ന്, തൊണ്ടയുടെ കഴുത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ. ഇളാന്റെ സ്ഥലമാണെങ്കിൽ നൂന്റെ സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് മനസ്സിലാക്കിയാൽ മതി, അവിടെ ഇളാന്റെ സ്ഥലമായത് കൊണ്ടാണ് നൂന് സുക്കൂന്റെ ചിഹ്നം കൊടുത്തത്. ഇല്ലെങ്കിൽ ആ സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവില്ല. അവിടെ കണ്ടില്ല, രണ്ടാമത്തെ നൂന് സുക്കൂന്റെ ചിഹ്നമില്ല. കാരണം എന്താ? ശേഷമുള്ളത് ഇളാന്റെ അക്ഷരമല്ല. ഇളാന്റെ അക്ഷരമുള്ളിടത്ത് നൂന് സുക്കൂന്റെ ചിഹ്നം ഉണ്ടാവും. വല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. അവലം യറൗ അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ മിൻ അത്റാഫിഹാ വല്ലാഹു യഹ്കുമു ലാ മുഅഖിബ ലിഹുക്മിഹി വഹുവ സരീഉൽ ഹിസാബ്. സരീഉൽ ഹിസാബ് എന്ന് പറയുന്നത് സരീഉൽ ഹിസാബ് എന്നല്ല, സരീഉൽ ഹിസാബ്. ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് വരേണ്ടത്. വഹുവ സരീഉൽ ഹിസാബ്. വഖദ് മകറ الذين من قبلهم وقد مكر الذين من قبلهم فلله المكر جميعا. തൻവീൻ ഫത്ഹാണ്. തൻവീൻ ഫത്ഹനെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. നീട്ടാനുള്ള സ്ഥലവും തൻവീൻ ഫത്ഹുള്ള സ്ഥലങ്ങളൊക്കെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ജമീഅ എന്നല്ല, ജമീഅ. وقد مكر الذين من قبلهم فلله المكر جميعا يعلم ما تكسب كل نفس نرد. وسيعلم الكفار لمن عقبى الدار. لمن نون ശേഷം മഅയിനാണ്, ഇളാന്റെ അക്ഷരമാണ്. ലിമൻ ഉഖ്ബ എന്ന് പറയുന്നത് ലിമൻ ഉഖ്ബദ്ദാർ. وقد مكر الذين من قبلهم فلله المكر جميعا يعلم ما تكسب كل نفس وسيعلم الكفار لمن عقبى الدار. ويقول الذين كفروا لست مرسلا ويقول الذين കുട്ടിയൊക്കെ ഇങ്ങനെ ഹംസത്തുൽ വസ്ൽ ഇടയിലുണ്ട്, ഉച്ചരിക്കൂല. ويقول الذين كفروا لست مرسلا قل كفى بالله شهيدا بيني وبينكم قل كفى بالله شهيدا بيني وبينكم ومن നൂന്റെ ശേഷം ആയിരം ഒന്ന് ഇളാർ ചെയ്യണം. വമൻ ഇൻദ, അവിടെ നൂന്റെ ശേഷം ദാലാണ്, ഇഖ്ഫാന്റെ സ്ഥലമാണ്. വമൻ ഇൻദഹു ഇൽമുൽ കിതാബ് ويقول الذين كفروا لست مرسلا قل كفى بالله شهيدا بيني وبينكم ومن عنده علم الكتاب. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം കൂടി ഓതാം. 38-ാമത്തെ ആയത്ത് മുതലാണ്.
بسم الله الرحمن الرحيم ولقد أرسلنا رسلا من قبلك وجعلنا لهم أزواجا وذرية وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب يمحو الله ما يشاء ويثبت وعنده أم الكتاب وإما نرينك بعض الذي نعدهم أو نتوفينك فإنما عليك البلاغ وعلينا الحساب أولم يروا أنا نأتي الأرض ننقصها من أطرافها والله يحكم لا معقب لحكمه وهو سريع الحساب وقد مكر الذين من قبلهم فلله المكر جميعا يعلم ما تكسب كل نفس وسيعلم الكفار لمن عقبى الدار ويقول الذين كفروا لست مرسلا قل كفى بالله شهيدا بيني وبينكم ومن عنده علم الكتاب صدق الله العلي العظيم إن شاء الله ഇന്ന് കുറച്ച് സൂറത്താണ് പൂർത്തിയാക്കിയതാണ്, കുറച്ച് ഓതിയിട്ടുള്ളൂ. ഇതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ തന്നെ വരും എന്ന പ്രതീക്ഷയുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. പിന്നെ ആമിന ഈങ്ങാപ്പുഴയിലുള്ള സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെട്ട് ആടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ, അവർ കിടക്കുന്ന ഖബറിടം നീ സ്വർഗീയ പൂന്താപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ഖബറിടം നീ സ്വർഗീയ പൂന്താപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ ഖബറിടം നീ വെളിച്ചമാക്കി എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഓതിയത് ഒക്കെ അവരുടെയൊക്കെ ഖബറിലേക്ക് ഈനാസായി എത്തിച്ചു കൊടുത്തവർക്ക് നീ സന്തോഷം പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവരുടെയും ഖബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്, മർഹമത്ത് നൽകണം റഹ്മാനെ. ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ തന്നെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. പ്രത്യേകിച്ച് മറ്റൊരു സഹോദരൻ പലവിധ പ്രയാസങ്ങൾ, ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബെ. എല്ലാവരും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ, നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഐശ്വര്യം നൽകണം റഹ്മാനെ. റഹ്മത്തിന് നീ ചൊരിഞ്ഞു നൽകണം റഹ്മാനെ. ഞങ്ങളെല്ലാ കാര്യം നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണം റഹ്മാനെ, നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളെ വീട്ടിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങളിലും റഹ്മാനെ റബ്ബെ എല്ലാത്തിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നീ ഏറ്റി നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ഞങ്ങളെ ഖൽബിൽ നീ ഈമാൻ നീ ശക്തിപ്പെടുത്തണം റഹ്മാനെ. പൂർണ്ണ ഹിദായത്തിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട്, അടിയുറച്ചുകൊണ്ട്, പരിപൂർണ്ണ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലായിക്കൊണ്ട് ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, റഹത്തോടെ, സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ